നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരു കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ റീയൂണിയൻ ഉണ്ടാകാനുള്ള ഒരു ടൈം എപ്പോഴൊക്കെയാണെന്ന് ഇവിടെ പറയാം. എപ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യും, ഏത് ദിവസമായിരിക്കും, ഏത് ഡേറ്റ് ആയിരിക്കും, അതൊക്കെ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. വീഡിയോയുടെ അവസാനം വരെ കാണുക. അപ്പോൾ ഡേറ്റും സമയവും ഒക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളായിട്ട് റെസണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക. നെഗറ്റീവ് എനർജീസിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു നെഗറ്റീവ് എനർജി എത്രത്തോളം നിങ്ങളുടെ ലൈഫിനെ സ്പോയിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ബ്ലോക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ റീഡിംഗ് എടുത്താലേ അറിയാൻ സാധിക്കൂ. തേർഡ് പാർട്ടിയാണ് റിലേഷൻഷിപ്പിൽ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ, ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം സ്ട്രോങ് ആണ്, ഇതൊക്കെ പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം അനുഭവിക്കുന്നവരാണ്, കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല, ബ്ലോക്ക്ഡ് ആണ്, നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല, എത്ര പറഞ്ഞാലും അവർ വഴക്കിടുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റാണ് തയ്യാറാക്കി നൽകുന്നത്. നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ടാണ് തയ്യാറാക്കി നൽകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലം ആണെങ്കിലും അത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി നിൽക്കുന്ന, ആ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു റിലേഷൻഷിപ്പ് ആവണമെന്ന് മാത്രമല്ല കേട്ടോ. ഇൻലോസ് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ പ്രശ്നമായിട്ട് നിൽക്കുന്ന ആരെയാണോ അവർ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് നൽകുന്നത്. പിന്നെ കരിയറിലുള്ള തടസ്സം മാറാൻ ബ്രേസ്ലെറ്റ്, മണി ബ്ലോക്കേജ്, ബ്ലാക്ക് എനർജി റിമൂവർ, ഇതിനെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ് തയ്യാറാക്കി നൽകുന്നതാണ്. ബ്രേസ്ലെറ്റ് വാങ്ങിക്കാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഒരുപാട് പേരുടെ എനർജീസ് ഇവിടെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്, പെട്ടെന്ന് എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് അകന്നു പോയത്, അല്ലെങ്കിൽ ഒരു വാക്കുപോലും പറയാതെ എന്താണ് പോയത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഒരു വാക്കുപോലും പറയാതെ നിങ്ങളുടെ അടുത്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി തരാതെ ആ വ്യക്തി മൂവ് ഓൺ ചെയ്തതിന് നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരേണ്ടതായിരുന്നു എന്നവർ ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ അവരിപ്പോൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം തുറന്നു പറയണമെന്നുണ്ട്. അവരിപ്പോൾ പുറമേ കാണുന്ന ഒരാളല്ല, ഉള്ളിൽ ഒരുപാട് ഫൈറ്റ് ചെയ്ത് ഒരുപാട് ടയേർഡായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ആക്ച്വലി നിങ്ങളുടെ വ്യക്തി ഇവിടെ മൂവ് ഓൺ ആയിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പായിട്ട് നിങ്ങളുടെ വ്യക്തി പോയി, ഒന്നും പറഞ്ഞില്ല, കുറേ വഴക്കുണ്ടാക്കി, പെട്ടെന്നൊരു ദിവസം ഡിസപ്പിയറായി. അവർ ആക്ച്വലി മൂവ് ഓൺ ആയിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ കണ്ണിൽ അവർ മൂവ് ഓൺ ആയി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഇവിടെ പുറമേ നിങ്ങളുടെ വ്യക്തി ഭയങ്കര ബോൾഡാണ്, ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചിരിക്കുകയാണെങ്കിലും ഉള്ളിൽ നിങ്ങളുടെ വ്യക്തി ഒരുപാട് ഫൈറ്റ് ചെയ്ത് ടയേർഡായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇവിടെ വേറെ കുറേ എനർജി നോക്കുകയാണെങ്കിൽ, ഒരുപാട് പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാൽക്കൽ വീണ് കരഞ്ഞതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടാണ് ഇവർ പോയത്. നിങ്ങളുടെ ആ ഒരു സങ്കടത്തിന് വില കൊടുത്തില്ല, നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിന് വില കൊടുത്തില്ല, നിങ്ങൾക്ക് തന്നെ ഒരു വാല്യൂ കൊടുത്തിട്ടില്ല. അതിന് കുറ്റബോധം ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫിൽ വന്നിട്ട് നിങ്ങളുടെ ജീവിതം ഇരുട്ടാക്കി എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ വ്യക്തി വല്ലാണ്ട് അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇവർ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളിലേക്ക് വന്നിട്ട്
അതിന് ക്ഷമ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വലിയ മതിൽ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ മതിലെന്ന് പറയുന്ന ഒരു തടസ്സമാണ്, നിങ്ങളിലേക്കുള്ള തടസ്സം. ഇപ്പം നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകാൻ അവരെത്ര ബുദ്ധിമുട്ടിയിട്ടില്ല. ഇപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുമ്പോൾ, അതായത് ഒരു വാക്ക് പറയാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ആ വേദനിപ്പിച്ചതിനല്ല ഒരു ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കുന്നത് വലിയ വലിയ തടസ്സങ്ങളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരിപ്പോൾ ശരിക്കും ഒരു അന്ധകാരം വ്യാപിച്ച ഒരു ജീവിതമാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലൈഫിൽ ആരെ വിശ്വസിക്കണം, ആരെ ലൈഫിൽ ചൂസ് ചെയ്യണം, പോട്ടെ ആരുടെ അടുത്ത് എന്ത് പറയണം, ഇതൊന്നും അവർക്ക് അറിയത്തില്ല. അവരെ നല്ല രീതിയിൽ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് കാര്യങ്ങളും ബാധിച്ചതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്, നിങ്ങൾക്ക് നീതി നിഷേധിച്ചു. നിങ്ങളുടെ വ്യക്തി കാരണം നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു. നിങ്ങൾ ഒരുപാട് സങ്കടം അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ഡിസേർവിങ് ആയിരുന്നില്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ചിന്തകളൊക്കെ നിങ്ങളുടെ വ്യക്തി അലട്ടുന്നുണ്ട്. ഇത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ കൊണ്ടുവന്ന കാര്യങ്ങളാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ കുറേ ഇൻസിഡൻസ് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കുറേ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ, അസുഖങ്ങൾ, ലൈഫിൽ കുറേ ട്രാജഡീസ്, ആ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തി റിയലൈസ് ചെയ്തു ആരൊക്കെയാണ് കൂടെ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവർ കൂടെ നിൽക്കും എന്ന് വിചാരിച്ച കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ നിങ്ങളുടെ വ്യക്തിയെ തള്ളിക്കളഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ആ സ്വഭാവം, അതായത് മറ്റ് ആൾക്കാരുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലായ ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ അടുത്ത് ചെയ്തതൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചറിവ് വന്നത്. അങ്ങനെ തന്നെ പറയാൻ സാധിക്കും. നിങ്ങൾ നീതി അർഹിക്കുന്നു എന്നുള്ള സത്യം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി. അതിന് വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് മടങ്ങിയെത്തണം, നിങ്ങളുമായിട്ട് റീയൂണിയൻ വേണം. ഇപ്പം നിങ്ങൾ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഉപേക്ഷിക്കപ്പെട്ടു. നിസ്സഹായോടുകൂടി നോക്കി നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നുണ്ട്. നിങ്ങളെ ലൈഫിലേക്ക് ക്ഷണിച്ച് സമാധാനവും സന്തോഷമായിട്ടുള്ളൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം അവർ തന്നെ നശിപ്പിച്ചല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. അതായത് നിങ്ങളുടെ അടുത്ത് ഇനി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ പറയുക? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ നിങ്ങൾ കാല് പിടിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് സംസാരിക്കൂ എന്നൊക്കെ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ട് കുറച്ച് സമയം വേണം, എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ക്ലാരിറ്റി വരുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആ നഷ്ടപ്പെട്ടതിനൊക്കെ കുറിച്ചിട്ടോർത്ത് കുറ്റബോധം വന്നിട്ടിരിക്കുന്ന ഒരാളായിട്ടാട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങളുടെ വ്യക്തിയായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിൽ ഡോമിനേറ്റായിട്ട് നിന്നത്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ വ്യക്തിയേക്കാൾ കുറച്ചൊന്ന് താഴ്ത്തിയായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറി ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ വ്യക്തിയോടൊപ്പം തന്നെ നിങ്ങളും നിൽക്കണം. എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുല്യത നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ നിങ്ങളെ ഒന്ന് കോള് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ സൗണ്ട് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കുറേ നാളായില്ലേ, ലാസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് ഷൗട്ട് ചെയ്ത് നിങ്ങളോട് ദേഷ്യപ്പെട്ട് നിങ്ങൾ കരയുന്ന മാത്രമാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഓർമ്മയിലുള്ളത്. സ്നേഹമായിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണം, ആ ഒരു സ്നേഹം നിറഞ്ഞ സംസാരം, ആ ഒരു വർത്തമാനം നിങ്ങളിൽ നിന്നും കേൾക്കണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ശരിക്കും ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അവർ ഇതുവരെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു ജീവിതം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇനിയും തുടർന്ന് പോകും എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് വിശ്വാസമുണ്ട്. ആ ഒരു പ്രതീക്ഷ കൈവിടാതെ ജീവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തികളാവാം, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പായി, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കുറേ ചിന്തകളുണ്ടാവാം. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ വ്യക്തിക്ക് വേറെ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു, അവർക്ക് വേറെ പ്രപ്പോസൽസും വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കൊന്നും പകരം വയ്ക്കാൻ
ആയിട്ടില്ല. ഈ പ്രപ്പോസൽസ് വരുമ്പോഴും വേറെ കല്യാണാലോചനകളൊക്കെ വരുമ്പോഴുമാണ് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള നിങ്ങളെ അവർ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഇടയ്ക്കെപ്പോഴോ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നം വന്നു, നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തി, നിങ്ങളുടെ വ്യക്തിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ആ സപ്പോർട്ടിനെയും കുറേ സഹായങ്ങളെ അതിനൊന്നും അപ്രിഷ്യേറ്റ് ചെയ്യാതെ ഒരു നന്ദിയില്ലാതെ കുറേ രീതിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടി വന്നു. അതൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങളെ കെയർ ചെയ്യാതെ, നിങ്ങളുടെ ഇമോഷൻസിനെ കെയർ ചെയ്യാതെ, ഒരു വാല്യൂ തരാതെ സംസാരിച്ചതിൽ വിഷമമുണ്ട്. നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ആ പണ്ടത്തെ ആ ഒരു ബന്ധമില്ലേ, നല്ല സന്തോഷം നിറഞ്ഞിട്ടുള്ള ആ ഒരു ബന്ധം, കുറേ സ്ഥലത്ത് നിങ്ങൾ യാത്ര പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഓരോരോ ഭയങ്കര സ്വീറ്റായിട്ടുള്ള നെയിംസ് പോലും ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയണം, പണ്ട് എങ്ങനെയായിരുന്നോ ആ ഒരു ബന്ധം ഉണ്ടായിരുന്നത് അതിലേക്ക് പോകണം എന്ന് പറയാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതായിട്ടാണ് കേട്ടോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തുറന്നൊന്നും സംസാരിച്ചിട്ടില്ല, ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒത്തിരിയും കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞ് സംസാരിച്ച് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇവിടെ യൂണിവേഴ്സല്ല, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഇടയിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയാവട്ടെ നിങ്ങളാവട്ടെ വന്ന് നിൽക്കാനുള്ള റീസൺ തേർഡ് പാർട്ടി ആണ് എന്ന സത്യം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ സന്തോഷം നിറഞ്ഞ ആ ഒരു ലൈഫിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ്, ആ ഒരു ഇടപെടൽ മൂലമാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയേറെ ഒരു തകർച്ച ഉണ്ടായത്. ആ ഷാഡോ, ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞൊരു ക്യാരക്ടറായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി പറയുന്നതും വിശ്വസിച്ച് നിങ്ങളെ തള്ളിപ്പറഞ്ഞു, ബ്രേക്കപ്പായി, തേർഡ് പാർട്ടി പറയുന്നതനുസരിച്ച് തേർഡ് പാർട്ടിയിൽ വിശ്വസിച്ച് ജീവിതം നയിച്ചു. പക്ഷേ ലാസ്റ്റ് മനസ്സിലായി, അവരുടെ ലൈഫിൽ ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ മനസ്സിലായി ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്ന മാത്രം ഒരു ആളായിരുന്നു. അവർക്ക് വേണ്ടുന്നത് നിങ്ങളുടെ ആ ഒരു സന്തോഷമായിരുന്നു. ആ സന്തോഷം നശിച്ചതോടുകൂടി ഈ ഒരു തേർഡ് പാർട്ടിയുടെ ക്യാരക്ടറൊക്കെ ചേഞ്ചായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് അത് യൂണിവേഴ്സ് തന്നെ കാണിച്ചു കൊടുത്തു. ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഡാമേജ് നിങ്ങളുടെ വ്യക്തി ഉണ്ടാക്കി തന്നു. അതായത് അത് ഇമോഷണലി, ഫിസിക്കലി, ഫിനാൻഷ്യലി, ലൈഫ് കംപ്ലീറ്റ് നിങ്ങളുടെ വ്യക്തി ഡാമേജ് ആക്കിയിട്ടാണ് ആ ഒരൊറ്റ പോക്ക് പോയത്. ആ ഒരു ഡാമേജ് നിങ്ങൾക്ക്, ആ വ്യക്തി കാരണം നിങ്ങൾക്ക് ഒരു ഡാമേജ് ഉണ്ടായല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങളുടെ വ്യക്തി വേദനിക്കുന്നുണ്ട്. അത് പറഞ്ഞ് തീർക്കാൻ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു അവസരം തരും എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇവിടെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും കേട്ടോ. കാരണം ഇത്രയേറെ കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്നു എന്നുള്ള ഒരു സത്യം നിങ്ങളുടെ വ്യക്തി അറിഞ്ഞിട്ടുണ്ട്. ഓരോ തവണയും നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടായ സമയത്തും ആ പ്രശ്നം ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരുന്നത് തേർഡ് പാർട്ടിയാണ്. ആക്ച്വലി നിങ്ങളുടെ ഇടയിലുണ്ടായ ആ ഒരു പ്രശ്നം വലിയ രീതിയിൽ എന്താ പറയുക, ആ പ്രശ്നത്തെ ഊതി വീർപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു തേർഡ് പാർട്ടി ആണ് എന്നുള്ളൊരു സത്യം പോലും നിങ്ങളുടെ വ്യക്തി ഈയിടയ്ക്കാണ് അറിഞ്ഞത്. അതായത് നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തേർഡ് പാർട്ടിയുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി വന്ന് പറയുക, ഇൻഡയറക്റ്റ്ലി ആ പ്രശ്നത്തെ നിങ്ങളുടെ അടുത്ത് പിന്നെയും വന്ന് വഴക്കുണ്ടാക്കേണ്ട ടെൻഡൻസി തേർഡ് പാർട്ടിയാണ് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ഒരു 7 തവണയിൽ കൂടുതൽ നിങ്ങളുടെ വ്യക്തിക്ക് കൈവശം ബാധിച്ചതായിട്ട് കാണുന്നുണ്ട്. ഓരോ മന്ത്രം ജപിച്ച വസ്തുക്കൾ നിങ്ങളുടെ വ്യക്തിക്ക് വെള്ളത്തിലാവട്ടെ, കുടിക്കുന്ന ജ്യൂസിലാവട്ടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ വ്യക്തിയെ മനസ്സ് മാറ്റിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒറ്റപ്പെട്ട് ഒരു ഇരുണ്ട അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സമയവും ദിവസവും ഒക്കെയാണ് കേട്ടോ.
നിങ്ങളിത് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ സമയത്തിലെല്ലാം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നിങ്ങളെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾസ് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ ഈ വരാനിരിക്കുന്ന കോൾസ് എല്ലാം നഷ്ടപ്പെടുന്നതാണ്. കാരണം യൂണിവേഴ്സിൽ നിന്ന് ഓൾറെഡി നിങ്ങൾ ബ്ലെസ്ഡ് ആണ് ഈ ദിവസങ്ങളിലെല്ലാം കോൾസ് വരാൻ. അപ്പോൾ അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞിട്ട് മാസങ്ങളായി എന്നുണ്ടെങ്കിൽ, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 6 മാസത്തിൽ കൂടുതലായി എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു 3 മാസത്തിനുള്ളിൽ, അതായത് ഒരു ഓഗസ്റ്റ് 15 മുന്നേ ആയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അവർ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു മെസ്സേജ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഒരു മിസ് കോൾ ആയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു നമ്പറിൽ നിന്നായിരിക്കും അവരുടെ ഒരു കോൾസ് അല്ലെങ്കിൽ മെസ്സേജ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് ഒരു 5 ദിവസമൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പിണക്കം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൾസ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ വഴക്കിട്ട് പിരിഞ്ഞിട്ട് ഈ മാസം തന്നെ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ മാസം തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നാണ്. അതായത് ഈ ജൂൺ മാസത്തിലാണ് നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു വഴക്കുണ്ടാക്കി പിരിഞ്ഞത് എന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ നിങ്ങളുടെ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യും എന്നാണ്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞത് ഇപ്പോൾ ഇന്നലെ, വഴക്കിട്ടിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കായത് ഇന്നലെ അല്ലെങ്കിൽ മെനഞ്ഞാന്നാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ വരുന്ന ബുധനാഴ്ച, അത് മറ്റന്നാളാവാം അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ചയാവാം, ആ ഒരു ബുധനാഴ്ച നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് വരാൻ ഉള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതായത് ജൂൺ 17 24 ജൂൺ 17 അല്ലെങ്കിൽ ജൂൺ 24. ഓവറോൾ എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ്, ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഫോൺ കോൾ, നിങ്ങൾ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഇവിടെ അവരുടെ അടുത്ത് യൂണിവേഴ്സ് പറയാനുള്ളത് അത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് രാത്രി അല്ലെങ്കിൽ ഒരു ഫുൾ മൂൺ, ഒരു ന്യൂ മൂൺ അടുപ്പിച്ച് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ സംഭവിക്കും എന്ന് തന്നെയാണ്. അവർ നിങ്ങളെ കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യും. ചിലപ്പോൾ വഴക്കിട്ടിട്ടായിരിക്കും കേട്ടോ മെസ്സേജ് അല്ലെ കോൾസും ഒക്കെ ഉണ്ടാവുന്നത്. അത് ഗ്രാജ്വലി, അത് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. അത് ഗ്രാജ്വലി ആ ഒരു വഴക്കിനെ അത് പോസിറ്റീവാക്കി മാറ്റുക, സ്നേഹമാക്കി മാറ്റുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക. കാരണം അത് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തുറന്നു വരുന്ന ഒരു വാതിലാണ്. ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം നിലവിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് കൂടുതൽ സ്ട്രോങ് ആക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് യൂസ് ആക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരി നിൽക്കുന്നുണ്ട്, അത് നിങ്ങളുടെ അടുത്താവട്ടെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്താവട്ടെ. ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളിപ്പോൾ മൂന്നാമതൊരാളോട് പറയുക, അവരിൽ നിന്നും എപ്പോഴും ഒരു നെഗറ്റീവ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അവരിൽ നിന്നും പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് യൂസ് ആക്കാം. റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്നും തേർഡ് പാർട്ടി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് യൂസ് ആക്കുക. ബ്രേസ്ലെറ്റ് വാങ്ങാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിങ്ങിനായിട്ടും മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.